ആന്റണി സർ, ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സന്നിധാനത്ത് അവരുണ്ടായിരുന്നു. അതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വരവ്. ഈ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വരവ് ഏതെങ്കിലും തരത്തിൽ ഈ കേസിനെ ദുർബലമാക്കുമോ, അല്ലെങ്കിൽ വഴിതിരിച്ചു വിടുമോ? അങ്ങനെയൊന്നുമില്ലെങ്കിൽ പിന്നെ ഇത് സംശയകരമാണെന്ന് ഒരു മന്ത്രി പറയേണ്ട സാഹചര്യം എന്തായിരിക്കും? ഗോപികൃഷ്ണൻ, ഈ SIT അന്വേഷിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ED അന്വേഷിക്കുന്നത് എന്താണ്? ഈ അന്വേഷണത്തിലെ വിഷയങ്ങൾ രണ്ടും വ്യത്യസ്തമാണ്. കാരണം SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് IPC പ്രകാരമോ അല്ലെങ്കിൽ VNS പ്രകാരമോ ഉള്ള കുറ്റകൃത്യമാണ്. IPC പ്രകാരമാണ്. 2019 മറ്റുമൊക്കെ നടന്നതായതുകൊണ്ട് IPC പ്രകാരവും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളാണ്. അപ്പോൾ അത് അന്വേഷിക്കാൻ പോലീസ് അല്ലെങ്കിൽ SIT മതിയാവും. പക്ഷേ മണി ലോണ്ടറിങ് PMLA ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ, അതായത് ഇവിടെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശബരിമലയിൽ സന്നിധാനത്ത് നിന്നും തട്ടിക്കൊണ്ടുപോയിരിക്കുന്ന അല്ലെ കൊള്ളയടിച്ച് കൊണ്ടുപോയിരിക്കുന്ന സ്വർണവും മറ്റ് വിഗ്രഹ ഭാഗങ്ങളുമൊക്കെ, അതുപോലെ തന്നെ കട്ടിള പാളികളും അങ്ങനെയുള്ളതെല്ലാം കൈമാറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ വിൽപ്പന നടത്തുകയോ അല്ലെങ്കിൽ സ്വർണം അതിൽ നിന്ന് മാറ്റിയെടുക്കുകയോ ചെയ്ത് പണമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പണം ഉപയോഗിച്ച്, അതായത് കുറ്റകൃത്യത്തിൽ നിന്ന് കിട്ടിയ ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായി ലഭിച്ച പണം ഉപയോഗിച്ച് ഇവരെന്തെല്ലാം ക്രയവിക്രയങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ED പരിശോധിക്കുന്നത്. അപ്പം EDയുടെ പരിശോധനയുടെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇത് ശരിക്കും ഇവർ ഇന്നിപ്പോൾ 21 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി. 2 പഴയ ദേവസ്വം പ്രസിഡന്റുമാരുടെയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അതുപോലെ തന്നെ ദേവസ്വത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലും അതുപോലെ കർണാടകയിലുള്ള മറ്റേ കച്ചവടക്കാരൻ്റെയും അതുപോലെ തന്നെ മദ്രാസിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള ആളിൻ്റെയൊക്കെ വീടുകൾ, ഓഫീസുകളും പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധൻ്റെയും ഒക്കെ വീട്ടിലും ഓഫീസിലുമൊക്കെ ഒരേ സമയം തന്നെ റെയ്ഡ് നടത്തിയിരിക്കുകയാണ്. അപ്പം അവർ സംഘടിതമായിട്ട് അല്ലെങ്കിൽ സുസജ്ജമായിട്ട് വളരെ പ്ലാൻ ചെയ്ത് സാമ്പത്തിക തിരിമറിയാണ്. സാമ്പത്തിക കുറ്റാന്വേഷണത്തിൽ പ്രത്യേക വൈദഗ്ധ്യം ലഭിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് ED. അത് പണസംബന്ധമായ കാര്യങ്ങൾ എവിടെയെങ്കിലും കൃത്രിമം നടത്തിയിട്ടുണ്ടോ, ആരെങ്കിലും ഇല്ലീഗലായിട്ട് ലഭിച്ച പണങ്ങൾ റിയൽ എസ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലോ സ്വർണമോ അല്ലെങ്കിൽ ബാങ്കിലോ ഒക്കെ ഇട്ടിട്ടുണ്ടോ, എങ്ങനെയുള്ള ട്രാൻസാക്ഷനുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ED പരിശോധിക്കുന്നത്. ED പരിശോധിക്കുക മാത്രമല്ല, അങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ മരവിപ്പിക്കാനും സ്വത്തുകൾ കണ്ടുകെട്ടാനും ആ രീതിയിലേക്കുള്ള അന്വേഷണങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് നമുക്ക് ഇപ്പം പുറത്ത് നിൽക്കുന്ന നമ്മളെപ്പോലെയുള്ള ഒരാൾക്ക് പറയേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്നിധാനത്ത് നടന്നിരിക്കുന്ന കൊള്ള അല്ലെങ്കിൽ സ്വർണം കൊണ്ടുപോയിരിക്കുന്ന കുറേ വർഷങ്ങളായി നടന്നിരിക്കുന്ന ഈ അപകടത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടുക, വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുക. അതിൽ കുറ്റക്കാരായിട്ടുള്ളവരെ ക്രിമിനൽ നടപടി പ്രകാരമുള്ള കേസിൽ ശിക്ഷിക്കപ്പെടണം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മണി ലോണ്ടറിങ്ങിൻ്റെ പരിധിയിൽ വരുന്ന രീതിയിലുള്ളതാണെങ്കിൽ അക്കാര്യത്തിലും ശിക്ഷിക്കണം. ഇപ്പം വാജി വാഹനത്തെ സംബന്ധിച്ചൊരു തർക്കം, അതായത് തന്ത്രിക്ക് കൈമാറിയത്, അത് തന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് എങ്കിൽ അതിനെ സംബന്ധിച്ച് കോടതിയുടെ മുമ്പിൽ ആ വിഷയം വന്നിട്ടുണ്ട്. പണ്ട് കോടതി ഉത്തരവോട് കൂടിയാണോ മാറിയത് അല്ലെന്നും ആണെന്നുമുള്ള തർക്കം നിലനിൽക്കെ തന്നെ ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ അത് ഇന്നലെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും അതിൽ എടുത്തു പറഞ്ഞതായിട്ട് മാത്രമല്ല, ഈ കൊടിമരം മാറിയതുമായി ബന്ധപ്പെട്ട കാര്യം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളിലും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നുള്ളതാണ് നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. ഏതായാലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.